ദൈവാനുഗ്രഹം സ്വീകരിക്കാൻ പൗലോസ്ലീഹ എബ്രായ ലേഖനത്തിലൂടെ പറയുകയാണ്, വിശ്വാസം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ മനസ്സിലാക്കുക. അതായത് കർത്താവ് അവിടുത്തെ കരങ്ങൾ നീട്ടി നമ്മിലേക്ക് അനുഗ്രഹങ്ങൾ, കൃപകൾ, ദൈവത്തിൻ്റെ സകല സൗഭാഗ്യങ്ങളും ചൊരിയുകയാണ്. കർത്താവ് ഇങ്ങനെ കരങ്ങൾ നീട്ടി നമ്മളിലേക്ക് അത് ഒഴുക്കിത്തരികയാണ്. നമ്മൾ റിസീവിങ് എൻഡിലാണ്, നമ്മൾ സ്വീകരിക്കുന്ന പൊസിഷനിലാണ്. അപ്പോൾ കർത്താവ് തരികയാണ്, നമ്മൾ സ്വീകരിക്കുകയാണ്. അപ്പം അങ്ങനെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്ന ആൾക്ക്, ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്ന ആൾക്ക് സ്വീകരിക്കാൻ സഹായിക്കുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരാണ് വിശ്വാസം. ശ്രദ്ധിച്ചിരിക്കുക. നമ്മളിപ്പോൾ ഈ വാക്കുകൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ അന്തരീക്ഷത്തിൽ മൊബൈൽ ഫോണിൻ്റെ തരംഗങ്ങളുണ്ട്. നിങ്ങളെൻ്റെ വാക്ക് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ടെലിവിഷൻ്റെ തരംഗങ്ങൾ ഈ അന്തരീക്ഷത്തിലുണ്ട്. എന്നാൽ നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് മൊബൈൽ ഫോണിലൂടെ ആരോടും സംസാരിക്കാൻ ഇപ്പോൾ പറ്റുന്നില്ല, ടി വി കാണാനും പറ്റുന്നില്ല. കാരണം മൊബൈൽ ഫോൺ നിങ്ങൾ ഈ ആലയത്തിലേക്ക് കയറിയപ്പോൾ പുറത്തു വച്ചിട്ടാണ് വന്നതെന്ന് വിചാരിക്കുക. ടെലിവിഷൻ കാണാനുള്ള സംവിധാനം നമുക്കിപ്പോൾ ഇവിടെ അവൈലബിൾ അല്ല. ശ്രദ്ധിച്ചിരിക്കുക. എന്നാൽ മൊബൈൽ ഫോണിൻ്റെ ശബ്ദ തരംഗങ്ങൾ ഈ അന്തരീക്ഷത്തിലുണ്ട്. ടെലിവിഷൻ്റെ ശബ്ദ ദൃശ്യ തരംഗങ്ങൾ ഈ അന്തരീക്ഷത്തിലുണ്ട്. ഇനി ഈ അന്തരീക്ഷത്തിൽ ടെലിവിഷൻ്റെയും മൊബൈൽ ഫോണിൻ്റെയും ശബ്ദ ദൃശ്യ തരംഗങ്ങൾ നിലനിൽക്കെ തന്നെ നമുക്കത് സ്വീകരിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് സ്വീകരിക്കാൻ പറ്റാത്തത്? നമ്മുടെ കയ്യിൽ അത് സ്വീകരിക്കാൻ പറ്റിയ ഡിവൈസ്, ഇൻസ്ട്രുമെൻ്റ് ഇല്ല. എന്നാൽ ഇപ്പോൾ ഈ ശുശ്രൂഷ കഴിഞ്ഞ് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രാത്രി 11 മണിക്ക് 12 മണിക്ക് നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് നിങ്ങൾ എവിടെയാണെന്ന് ഒന്ന് ലൊക്കേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾ എവിടെയാണെന്ന് അവർ വിളിച്ച് ചോദിച്ചാൽ നിങ്ങളുടെ വീട്ടിലെ നമ്പർ കണ്ട് നിങ്ങൾ ഫോൺ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഫോണിലൂടെ നിങ്ങളെ ആരാണോ വിളിക്കുന്നത് ആ വ്യക്തിയുടെ സ്വരം കേൾക്കാൻ പറ്റുന്നു. കാരണം നിങ്ങൾ ഈ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ഈ ആലയത്തിനകത്ത് നിന്ന് ഈ രാത്രി ജാഗരണ പ്രാർത്ഥനയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആർക്കും നിങ്ങളുമായി സമ്പർക്കത്തിലേർപ്പെടാൻ സാധിക്കുകയില്ല. കാരണം നിങ്ങൾ ആ സമ്പർക്കത്തിന് നിങ്ങളെ സഹായിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കുന്നില്ല. ശ്രദ്ധിച്ചിരിക്കുക. ദൈവം, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ അഭിഷേകം, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിന് മാനവരാശിയുടെ ചങ്കിലേക്ക് ഇറ്റിച്ചു കൊടുക്കാൻ പറ്റുന്ന സകലതും കർത്താവ് യേശുക്രിസ്തുവിലൂടെ ലോകത്തിന് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. അത് ഈ അന്തരീക്ഷത്തിൽ, ഈ ഭൂമിയിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ നിലനിൽക്കുകയാണ്. നമുക്ക് ഒറ്റ പണിയേ ഉള്ളൂ, നമുക്കിത് റിസീവ് ചെയ്യണം, നമ്മളത് സ്വീകരിക്കണം. സ്വീകരിക്കാൻ പറ്റി ഇൻസ്ട്രുമെൻ്റ് ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് നമ്മൾ ദൈവത്തിൻ്റെ കൃപ സ്വീകരിക്കാൻ പറ്റുന്ന നമ്മുടെ ഇൻസ്ട്രുമെൻറ്റിനെ ആക്ടിവേറ്റ് ചെയ്യുക. എൻ്റെ പോക്കറ്റിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെന്ന് വിചാരിക്കുക. ഞാൻ മൊബൈലിൻ്റെ ഉദാഹരണം പറയുന്ന എല്ലാവർക്കും അതാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് മൊബൈൽ ഫോൺ എൻ്റെ പോക്കറ്റിലുണ്ടെന്ന് വിചാരിക്കുക. ഈ പോക്കറ്റിലിരിക്കുന്ന മൊബൈൽ ഫോൺ കേടാണെങ്കിൽ നിങ്ങളിലൊരാൾ എന്നെ കോണ്ടാക്ട് ചെയ്താൽ എനിക്ക് നിങ്ങളുടെ സ്വരം കേൾക്കാൻ പറ്റില്ല. എന്നാൽ എൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന കേടായ മൊബൈൽ ഫോൺ ഏതെങ്കിലും മൊബൈൽ ഫോൺ റിപ്പയർ ചെയ്യുന്ന കടയിൽ കൊണ്ടുപോയി കൊടുത്ത് അത് ഞാൻ നന്നാക്കി കഴിയുമ്പോൾ എനിക്ക് നിങ്ങളുടെ സ്വരം ഈ മൊബൈൽ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ച് കേൾക്കാൻ പറ്റും. പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക. കർത്താവിൻ്റെ കൃപ നമ്മളിൽ നിന്ന് പിൻവലിക്കപ്പെട്ടിട്ടില്ല. ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ നിന്ന് ദൂരെയല്ല. യെശയ്യാ 59:1 രക്ഷിക്കാൻ കഴിയാത്ത വിധം എൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്തതുപോലെ എൻ്റെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റാത്തതുപോലെ കയ്യെത്തിപ്പിടിക്കാനാവാത്ത വിദൂരതകളിൽ കാത്തു നിൽക്കുന്ന ആളല്ല ദൈവം. ദൈവം നമ്മുടെ തൊട്ടടുത്താണ്. നമുക്കൊന്ന് കണ്ണടച്ചാൽ നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് ആ സ്നേഹം ഒരു മഴ പോലെയും മഞ്ഞ് പോലെയും നിലാവ് പോലെയും പെയ്തിറങ്ങുന്ന അത്ര സമീപസ്ഥനാണ്, അത്ര അടുത്താണ് ദൈവം നമുക്ക്. പ്രിയപ്പെട്ടവരെ, ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഈ റിസീവിങ് ഇൻസ്ട്രുമെൻ്റ് കേടാണ്.